ആലപ്പുഴ ജില്ലയിലേക്കാണ്. ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ 80% വോട്ട് പോൾ ചെയ്ത ആലപ്പുഴയിൽ സംഘടനാ ജനറൽ സെക്രട്ടറി ഒപ്പം ശോഭാ സുരേന്ദ്രനെ പോലെ ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ സ്വാധീനിച്ച ബിജെപി നേതാവ് മത്സരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഏക കനൽത്തരി. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മുതൽ ഏതാണ്ട് എറണാകുളം വരെയുള്ള മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും കനത്ത പോളിംഗ് നടന്നത് ആലപ്പുഴയിലാണ്. 80%. ആലപ്പുഴ ഇത്തവണ കാര്യമായി കുറഞ്ഞിട്ടില്ല കേട്ടോ. മറ്റു മണ്ഡലങ്ങളൊക്കെ 74.1 കഴിഞ്ഞ 80.4%. ഇപ്പൊ 74.1 ചിലപ്പോൾ കുറച്ചുകൂടി കൂടിയേക്കാം. ഒരു 5%, 6%ന്റെ കുറവ് മറ്റു മണ്ഡലങ്ങളെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന ഉയർന്ന പോളിംഗ്. പക്ഷേ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, അവിടെ ഉയർന്ന രാഷ്ട്രീയ ചർച്ചകൾ എല്ലാം വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ട് വോട്ടിംഗ് ശതമാനം ആകെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മത്സരമാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ രണ്ടാമതോ മൂന്നാമതോ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കഴിഞ്ഞ തവണ 19 ബിജെപിയുടെ ഏറ്റവും കൂടുതൽ വോട്ട് പോൾ ചെയ്യിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥി. മാത്രവുമല്ല, ശോഭാ സുരേന്ദ്രൻ ചുറ്റിപ്പറ്റിയായിരുന്നു ഏതാണ്ട് അവസാന ചർച്ചകൾ മുഴുവൻ. ഇന്നത്തെ വിവാദങ്ങൾ വരെ, ഇ പി ജയരാജൻ വിവാദങ്ങളുടെ വരെ തുടക്കം ശോഭാ സുരേന്ദ്രനാണ് അതിന് തുടക്കം വിട്ടത്. ഒരു നേതാവ്, പ്രധാനപ്പെട്ട നേതാവ് ചർച്ച നടത്തിയെന്നും വരാൻ 90% തയ്യാറായെന്നും ഒക്കെ പറഞ്ഞ് ആദ്യം വെടിപൊട്ടിച്ചത് ശോഭാ സുരേന്ദ്രനാണ്. പിന്നാലെയാണ് ആ പറഞ്ഞതിലേക്ക് ഇടതുപക്ഷത്തിന്റെ കൺവീനർക്ക് എത്തേണ്ടി വരുന്നു, അത് സമ്മതിക്കേണ്ടി വരുന്നു. ഒപ്പം മുഖ്യമന്ത്രിക്ക് തള്ളിപ്പറയേണ്ടി വരുന്നു. അതിനെ ബാലൻസ് ചെയ്യാൻ യഥാർത്ഥത്തിൽ കിരൺ, എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളുടെ ചർച്ചയും ഇനി തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ചർച്ചയും അതാണ് ശോഭാ സുരേന്ദ്രൻ തിരികൊളുത്തിയത്. ഇനി പ്രധാനമായും ഇ പി ജയരാജൻ എന്ന് പറയുന്ന നേതാവിന് ഇടതുമുന്നണി കൺവീനറാണ്, മുൻ മന്ത്രിയാണ്, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അങ്ങനെ ഒരു നേതാവിന് മേൽ ഇന്ന് മുഖ്യമന്ത്രി നൽകിയ സൂചന എന്ന് പറയുന്നത് ഒരു നടപടിയിലേക്ക് പാർട്ടി പോകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ബലിയാടാവുകയാണോ പാർട്ടി? ബലിയാട് എന്ന് പറയാൻ കഴിയില്ല. ബലിയാട് എന്ന് പറയുമ്പോൾ ചെയ്യാതെ ഒരു തെറ്റിന് ഒരാൾ ഫലം എന്തായാലും അത് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും, അതായത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് എന്താണ്, മുഖ്യമന്ത്രിയോളം തലയെടുപ്പുള്ള നേതാവ് എന്നാണ്. അങ്ങനെ തലയെടുപ്പുള്ള ഒരു നേതാവ് പ്രകാശ് ജാവ്ദേക്കറിനെ പോലെ ഒരാളുമായി ചർച്ച നടത്തിയെന്ന് സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിപ്പോൾ ട്രോളുകൾ വഴി പോലും വരുന്നുണ്ട്. ചായ കുടിക്കാൻ വേണ്ടി പോകാൻ പറ്റിയ ഏറ്റവും നല്ല സൗഹൃദം ഇതായിരുന്നു, മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഇടം ഇതായിരുന്നു എന്ന്. രക്തസാക്ഷിയാണ് അത് രേണുവിന്റെ ഒരു കാര്യമല്ല. സിപിഎമ്മിനെ പോലെ പാർട്ടിയിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന ഒരാൾ കേരളത്തിന്റെ ചുമതലയുള്ള ഒരു ബിജെപി പ്രഭാരിയുമായി ഏത് സാഹചര്യത്തിലായിക്കോട്ടെ ചർച്ച നടത്തുന്നെങ്കിൽ, ചർച്ചയൊക്കെ ചിലപ്പോൾ നടത്തേണ്ട സാഹചര്യം വന്നൊക്കെ ചിലപ്പോൾ ഈ ചായ കുടിക്കാൻ വന്നത് തന്നെ ആയിക്കോട്ടെ, പക്ഷെ അത് പാർട്ടിയെ അറിയിക്കുകയും പാർട്ടി എന്നുള്ള നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞെങ്കിൽ ഇ പി ജയരാജന് ഇപ്പോഴും പിടിച്ചേക്കാം. എന്റെ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഞാൻ പാർട്ടി അറിയിച്ചു, ഇന്ന വിവരമാണ് പറഞ്ഞത്. പക്ഷേ ഞാനത് പാർട്ടിയിൽ പറയേണ്ട കാര്യമില്ല, വരുന്ന എല്ലാവരെയും പറയേണ്ട കാര്യമില്ല. പക്ഷേ കേരളത്തിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രിയല്ല, കേരളത്തിന്റെ ചുമതലയുള്ള ബിജെപി നേതാവ് തന്നെ വന്ന് കാണുമ്പോൾ അത് പാർട്ടി അറിയിക്കേണ്ട ചുമതല പ്രാഥമികമായി തന്നെ ഇ പി ജയരാജനുണ്ട്. അത് സിപിഎമ്മിനെ പോലെ പാർട്ടി എന്തായാലും അത് അംഗീകരിച്ചുകൊണ്ട്, മാത്രമല്ല കൃത്യമായ ജാഗ്രത കുറവുണ്ട് എന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞത്. ഇനി ഔദ്യോഗികമായി പാർട്ടി പാപിയോട് കൂട്ടുകൂടിയാൽ പാപിയാകും എന്ന തരത്തിൽ ആണ്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് തുടങ്ങി അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ വീണ് കിട്ടിയ വലിയ ഒരു അവസരമായിരുന്നു ഇത്. അവർ അത് മാക്സിമം പ്രയോജനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന ഉൾപ്പെടെ UDF-ന് എടുത്തലക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വോട്ടിംഗിൽ പോലും സ്വാധീനിക്കാൻ സാധ്യത. കേരളത്തിലെ BJP വിരുദ്ധ വോട്ടുകൾ LDF ആണോ UDF ആണോ ആരാണ് കൂടുതൽ സ്വാധീനിക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ ഉടനീളം ചർച്ച ചെയ്ത കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പല നേതാക്കളും BJP-യിലേക്ക് പോകുന്നു, BJP കോൺഗ്രസ് അവിശുദ്ധ ബന്ധമുണ്ട് എന്നതാണ് CPM ഉന്നയിച്ചുകൊണ്ടിരുന്നത്, അല്ലെ ഇടതുമുന്നണി ഉന്നയിച്ചത്. ഒരു പരിധിവരെയെങ്കിലും അതിൽ പ്രതിരോധത്തിലായി UDF കോൺഗ്രസ് പ്രതിരോധത്തിലായിരുന്നു. പക്ഷേ ഇന്ന് ഈ അവസാന നിമിഷം വന്നതോടുകൂടി UDF-ന് ഒരു വർഷം കിട്ടുകയാണ്. ആടി നിൽക്കുന്ന ഏതെങ്കിലും മുസ്ലിം വോട്ടുകൾ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ വോട്ടുകൾ ഉണ്ടെങ്കിൽ അവരോട് ഞങ്ങളല്ല ഇവരാണ് ചെയ്യുന്നത്, CPM ആണ് BJP-യുമായി ചർച്ച നടത്തുന്നതൊരു തിരിച്ചടിക്കാനുള്ള വലിയൊരു അവസരം കൂടിയാണ് ഇ പി ജയരാജൻ. എന്തായാലും ഈ വിഷയം ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ ഉയർത്തിയത് CPM ആണ്. അവർക്ക് തന്നെ ബൂമറാങ് പോലെ അത് തിരിച്ചടിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ദിവസം കാണുന്നത്. അതിൽ പ്രധാനപ്പെട്ടയാളായി ഇ പി ജയരാജൻ എത്തുന്നു. കെ സുധാകരനെ ഉൾപ്പെടെ ചൂണ്ടി CPM നടത്തിക്കൊണ്ടിരുന്ന പ്രചരണം അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന സാഹചര്യമാണ്. എന്തായാലും ഇതിൽ ഈ വിവാദം ഇവിടെ അവസാനിക്കില്ല. ഇനിയുള്ള ദിവസങ്ങളിലും അതിന്റെ തുടർച്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇ പി ജയരാജൻ അത് തുറന്നു പറയേണ്ടി വന്ന സാഹചര്യം എന്താണ്
എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതും ഒരു തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇങ്ങനെ ഒരു സ്ഥിരീകരണം ഇതിന് കൊടുക്കാൻ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ പി ജയരാജനെ പോലൊരു നേതാവിന് ഇന്ന് വേണമെങ്കിൽ രാവിലെ മാധ്യമങ്ങളെ കാണാതിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും അസുഖമാണെന്ന് പറഞ്ഞ് ബൂത്തിൽ പോലും വരാതിരിക്കാം. പക്ഷേ ഈ പി ജയരാജൻ ഇന്ന് രാവിലെ വന്ന് സമ്മതിക്കണമെങ്കിൽ അതിനപ്പുറത്തെ മറ്റെന്തോ കാര്യങ്ങൾ, അങ്ങനെ ഒരു സമ്മർദ്ദം ജയരാജന് മേലുണ്ട്. ഇത് പുറത്ത് പറയണമെന്നൊരു സമ്മർദ്ദം ജയരാജന് മേൽ ഏതോ കാരണത്താൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ആ കൂടിക്കാഴ്ചയേക്കാൾ വലിയ പ്രശ്നം ഇന്നത്തെ ആ തുറന്നു പറച്ചിലാണ്. അത് എന്തായാലും മുഖ്യമന്ത്രി തന്നെ അതിൽ നടപടി എന്ന കാര്യം വരുമ്പോൾ മുഖ്യമന്ത്രി അറിയാതെ ഇത് സംഭവിക്കില്ല എന്നതാണ് UDF നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത്, കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത്. അറിയാതെ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടക്കില്ല. രേണുക, എന്തായാലും ആ വിവാദങ്ങൾക്ക് തിരികൊളുത്തപ്പെട്ട ആലപ്പുഴയിൽ നിന്നുള്ള ചിത്രവുമായാണ് ശരണ്യ ചേരുന്നത്. നമുക്ക് ശരണ്യയിലേക്ക് പോകാം. കഴിഞ്ഞ 2 മാസക്കാലമായി നീണ്ട വാശിയേറിയ പ്രചാരണം പോലെ തന്നെയായിരുന്നു ആലപ്പുഴയിലെ പോളിംഗ് സ്റ്റേഷനുകളിലെ കാലാവസ്ഥയും. കാരണം അതിരാവിലെ മുതൽ തന്നെ ആലപ്പുഴയിൽ വലിയ ചൂടായിരുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ ചൂട് തിരഞ്ഞെടുപ്പ് രംഗത്തും കാണാൻ കഴിഞ്ഞു. പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ആളുകൾ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് അതിരാവിലെ മുതൽ തന്നെ എല്ലാ ബൂത്തുകളിലും കണ്ടത്. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഉച്ചയോടെ തന്നെ 50% മുകളിൽ പോയി എന്നുള്ളതാണ്. എന്തായാലും ഈ ഒഴുക്ക്, അതായത് ജനങ്ങൾ അത്രമേൽ വോട്ട് രേഖപ്പെടുത്തിയത് വിവിധ മുന്നണികൾ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. സംസ്ഥാനത്ത് UDF തരംഗമാണ് എന്നുള്ളതാണ് KC വേണുഗോപാൽ പ്രതികരിച്ചത്. എന്നാൽ കഴിഞ്ഞ തവണത്തേക്കാൾ തന്റെ, അതായത് വോട്ടിംഗ് നില LDFന്റെ ഈ പോളിംഗ് ശതമാനം LDFന് ഗുണമായി മാറുമെന്നും ഒപ്പം തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ തന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നുമുള്ള ആത്മവിശ്വാസമാണ് LDF സ്ഥാനാർത്ഥി AM ആരിഫും പങ്കുവച്ചത്. എന്നാൽ വിജയപ്രതീക്ഷയാണ് ശോഭാ സുരേന്ദ്രനും പങ്കുവെക്കുന്നത്. എന്തായാലും വൈകിട്ട് 7 മണി കഴിഞ്ഞിട്ടും തീരദേശ മേഖലകളടക്കമുള്ള ബൂത്തുകളിൽ പോളിംഗ് തുടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അന്തിമ കണക്കുകൾ വന്നിട്ടില്ല. കഴിഞ്ഞ ടേമിലെ, അതായത് കഴിഞ്ഞ ടൈം 80% മുകളിൽ കഴിഞ്ഞ തവണ പോളിംഗ് പോയിരുന്നു. എന്തായാലും ഇത്തവണ അതിനോടടുത്ത് തന്നെ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് വിവിധ മുന്നണികൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ വോട്ടിംഗ് പാറ്റേണിൽ മാറ്റം വന്നിട്ടുണ്ട്. കാരണം LDFും UDFനും അപ്പുറം NDA കൃത്യമായ ഒരു ആധിപത്യം കാണിച്ച ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ആലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ NDA വോട്ടുകൾ ആർക്ക് പോകുമെന്നുള്ളത് ആണ് ഇത്തവണത്തെ ഫലം നിശ്ചയിക്കുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനടക്കം, അതായത് ബഹുഭൂരിപക്ഷം വരുന്ന പാർലമെന്റ് മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന നിയോജക മണ്ഡലങ്ങളും ഈഴവ വോട്ടുകൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനടക്കം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പറഞ്ഞത് ആലപ്പുഴയിലെ ഫലം പ്രവചനാതീതമാണ് എന്നുള്ളതാണ്. എന്തായാലും ആലപ്പുഴയിലെ ഫലം പ്രവചനാതീതം തന്നെയാണ്. എന്തായാലും 3 മുന്നണികളെ സംബന്ധിച്ചും ഏറ്റവും നിർണായകമാണ്. പ്രത്യേകിച്ച് ഇടതുമുന്നണിയെ സംബന്ധിച്ച് കനൽ ഒരു തരി എന്നൊക്കെ കഴിഞ്ഞ തവണ പിടിച്ചു നിർത്ത മണ്ഡലം നിലനിർത്തേണ്ടത്, പ്രത്യേകിച്ച് ആലപ്പുഴ നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. KC വേണുഗോപാലിനെ പോലെ ദേശീയ തലത്തിലൊരു നേതാവ് വന്ന് മത്സരിച്ചിട്ട് പരാജയപ്പെട്ടാൽ അത് കോൺഗ്രസിന് ചിന്തിക്കാൻ പോലും കഴിയില്ല. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പരമാവധി വോട്ട് വർദ്ധിപ്പിക്കേണ്ടത് അവരുടെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. അവിടെ കിരൺ, രാജസ്ഥാനിലെ രാജ്യസഭ സീറ്റ് അത് നഷ്ടപ്പെടുമെന്ന ഒരു പ്രചാരണം KC വേണുഗോപാലിന്റെ ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായി ഇടതുപക്ഷം ഉൾപ്പെടെ ഉയർത്തിയതാണ്. സംസ്ഥാനത്ത് ആകെ നോക്കിയാൽ ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലേ?